1 ഗ്ലാസ് അരിപ്പൊടി എടുത്തു. ഇതിനാവശ്യമായ ഉപ്പിട്ട് അരിപ്പൊടി ഇളക്കി. ഇനി ഇതിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ച് അരിപ്പൊടി കുഴക്കുന്നു. പുട്ട് ഒഴുകാനായിട്ട് അരിപ്പൊടി നനച്ച് വെക്കുന്നു. വെള്ളം ഒഴിച്ച് നനയ്ക്കുന്നു. കട്ടയില്ലാതെ നനച്ചെടുക്കുന്നു. ആദ്യം ഒഴിച്ച വെള്ളം തന്നെ മതിയായി. പൊടി നനഞ്ഞു. ഇനി ഒരു 2 പഴം എടുത്തിട്ട് ചെറുതായിട്ട് അരിയുന്നു. തേങ്ങ ചിരണ്ടുന്നു. പഴം ചെറുതായിട്ട് അരിഞ്ഞെടുത്തു. ഇവിടെ കാണുന്ന തേങ്ങ ചിരണ്ടി വെച്ചു. ബനാന കട്ട് ചെയ്ത് വെച്ചു. അരിപ്പൊടി നനച്ച് വെച്ചു. ഇനി പുട്ട് പുഴുങ്ങാം. പുട്ട് കുത്തി വെള്ളം അടുപ്പത്ത് വെച്ചു തിളയ്ക്കാൻ വെച്ചിരിക്കുകയാണ്. പുട്ട് കുത്തിയിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് അതിനുശേഷം അരിപ്പൊടി, 3 സ്പൂൺ അരിപ്പൊടി ഇട്ട് ബനാന 2 സ്പൂൺ ബനാന ഇട്ട് വീണ്ടും റിപ്പീറ്റിംഗ് സ്റ്റെപ്പ്. കോക്കനട്ട് റൈസ് പൗഡർ, മൂന്ന് സ്പൂൺ ഇട്ടു. banana piece, coconut, സ്പൂണുകളുടെ ഇടയിൽ മറിഞ്ഞു. കുത്തി നിറച്ചായി. കുത്തി ആവിയിൽ വെക്കുന്നു. പുട്ടുകുറ്റിയുടെ മുകളിൽ ആവി കയറാൻ വെച്ച് പുഴുങ്ങുന്നു. തേങ്ങ കുറച്ച് അരിപ്പൊടിയിലേക്ക് ഇടുന്നു. ബനാനയും കുറച്ചിടുന്നു. ഇതെല്ലാം കൂടെ ഒന്ന് ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി ഒരു ചിരട്ടക്കകത്ത് പുഴുങ്ങിയിടുന്നു. ചിരട്ടപ്പുട്ടുണ്ടാക്കും. ഇത് ചിരട്ടക്കകത്തേക്ക് ഇട്ടിട്ട് ആവി കയറ്റി ചിരട്ടപ്പുട്ടുണ്ടാകും. അരിപ്പൊടിയും തേങ്ങയും പഴവും എല്ലാം കൂടെ ഒന്നിച്ച് മിക്സ് ചെയ്ത് ഇനി ഇത് ചിരട്ടക്കകത്തിട്ട് ചിരട്ടപ്പുട്ടുണ്ടാക്കുക. ഉണ്ടാക്കാനായിട്ട് ഒരു കുക്കറിൽ കുറച്ച് വെള്ളം വെച്ചു. വെയിറ്റ് വെക്കാതെ അടപ്പ് വെച്ച് തിളപ്പിച്ച് ആവി കയറ്റിയിരുന്നു. കുറ്റിയിലെ പുട്ടിന് ആവി മുകളിൽ വന്നു. കുക്കറിൽ ചിരട്ട വെച്ച് ആവി കയറ്റാം. ഓരോ കണ്ണ് തുണച്ച് ചിരട്ട ഇവിടെ മുകളിൽ വെച്ചു. ഇതിലേക്ക് പൊടി വാരിയിടുന്നു. കുറച്ച് തേങ്ങ ഇടുന്നു. അതിനുശേഷം പൊടി നിറയ്ക്കുന്നു. ചിരട്ട ഫില്ലാക്കുന്നു. ഇതാണ് പുട്ടും പഴവും. ബനാന പുട്ട്. പഴം പുഴുങ്ങി ആവി വന്നു. ഇനി ചിരട്ട മൂടി വെക്കുന്നു. മൂടി വെച്ച് വേവിക്കുന്നു. ഇത്രയും പഴുത്തുള്ളത് വീണ്ടും കുറ്റിയിൽ നിറച്ച് പുഴുങ്ങുന്നു. ചിരട്ടയിലെ പുട്ടിനും കുറ്റിയിലെ പുട്ടിനും ആവി വന്നുകൊണ്ടിരിക്കുന്നു. 2 കുറ്റിയിലും ആവി വന്നുകൊണ്ടിരിക്കുന്നു. ചിരട്ടപ്പുട്ടിന് ആവി വന്നു. കുറ്റി കുറച്ചിട്ട് 5 മിനിറ്റ് കഴിയുമ്പം ഇതെല്ലാം കുത്താം, പുറത്തെടുക്കാം. ചിരട്ടപ്പുട്ടിൻ്റെയും കുറ്റിപ്പുട്ടിൻ്റെയും തീ കെടുത്തി ചൂടോടെ പുറത്തെടുക്കാം.
ചിരട്ടപ്പുട്ട് കുറ്റിയെടുത്തു. ഒരു ദിവസം നേരത്തെ അത് കഴിച്ചു. ഇത്രയുള്ളൂ. ചിരട്ടപ്പുട്ടും കുറ്റിപ്പുട്ടും. ബനാന പുട്ട്. പഴംപുട്ട് റെഡി. ഇത് മുറിച്ച് തിന്നാൽ മതി. പഴം വേറെ പൊളിക്കണ്ട, കുഴയ്ക്കണ്ട. ഉലുവയില തോരൻ വെക്കാൻ അരിഞ്ഞ് വെച്ചേക്കുന്നു. ഉള്ളി, മുളക്, തേങ്ങ ചിരണ്ടിയത്. ഉള്ളി മുളകൊക്കെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് വഴറ്റിയിട്ട് ഇലയിട്ട് തോരൻ വെക്കാം. എണ്ണ വെച്ച് കടുക് വറുത്തു. ഇതൊന്ന് ചെറുതായിട്ട് വഴറ്റിയിട്ട് ഉലുവയില അരിഞ്ഞെടുത്തിട്ട് ഉപയോഗിക്കുന്നു. തോരനാവശ്യമായ ഉപ്പും മഞ്ഞളും ഇട്ടു. ഇനി ഇലയിടുന്നു. ഇലയിട്ട് ഇളക്കി ഇത് കുറച്ചുനേരം മൂടി വെച്ച് വേവിക്കുന്നു. ഇലയിലെ വെള്ളമൊക്കെ ഇറങ്ങി ഇനി വെള്ളം പറ്റാനുണ്ട്. ഇതിലേക്ക് തേങ്ങ ചിരണ്ടിയെടുത്തിരുന്നു. ആവി കയറി വെള്ളം പറ്റി ഡ്രെയിനായിട്ട് തോരനാക്കാം. തേങ്ങ ഇട്ടതിന് ശേഷം ഒന്ന് ഇളക്കി കുറച്ചുകൂടെ വെള്ളം പറ്റാനുണ്ട്. വെള്ളം പറ്റി കഴിഞ്ഞിട്ട് തോരൻ റെഡിയാവും. ഉലുവയില തോരനിപ്പോൾ ഉലുവയുടെ മണം വരുന്നു പുറത്തേക്ക്. ഉലുവയിലേക്ക് ചെറിയ കയ്പുണ്ട്. ഉലുവയില തോരൻ റെഡി. മഴ പെയ്തു. ടാറിങ് നടന്നു. അവിടെ ഇവിടെയൊക്കെ ടാറിങ്. താഴോട്ടും ടാറിങ്, മുകളിലേക്കും ടാറിങ്. പള്ളി പോകാൻ തുടങ്ങി. ടാറിങ്. ഇവിടെ മൊത്തം പൊടിയായിരുന്നു. മഴ പെയ്തുകൊണ്ട് പൊടി പൊടിക്കും. ഞാനിൽ കുറേ കഴുകിക്കളഞ്ഞു. പൊടി അടിച്ചു വാരി തുടച്ച്. എന്നിട്ട് ഇപ്പോൾ ഇന്ന് രാവിലെയും പൊടി ഉറപ്പിച്ചത്. ഇനി ഇതിലെ കഴിഞ്ഞിട്ട് അറിഞ്ഞു